വിടുതൽ വായിക്കുമ്പോൾ ആ വിടുതലിന്റെ വലിപ്പം വലുതാണ്. ലാസറിന്റെ വീട്ടിൽ യേശുവിനെ മാർത്തയും മറിയയും ലാസർ ദീനമായി കിടന്നപ്പോഴേ വിളിച്ചായിരുന്നു. പക്ഷെ യേശു പോയില്ല. 4 ദിവസം താമസിച്ചാ പോയെ. എന്ന് വെച്ചാൽ ലേറ്റായിട്ടാണ് യേശു ചെന്നത്. ഏർലി പോയില്ല, നേരത്തെ പോയില്ല, ലേറ്റായിട്ടാണ് വീട്ടിലെത്തിയത്. പക്ഷേ മരിച്ചുപോയി, ലേറ്റായി പോയി, യേശു വരാൻ വൈകിപ്പോയി. 4 ദിവസം താമസിച്ച കർത്താവ് ചെല്ലുന്നത്. അവിടെ എന്തുവാ സംഭവിച്ചത്? മരിച്ച ലാസറിനെ ഉയർപ്പിച്ച് വെളിയിൽ കൊണ്ടുവന്നതാണോ അത്ഭുതം, അതോ പനി പിടിച്ച് കിടന്നവനെ എഴുന്നേപ്പിച്ച് വിടുന്നതാണോ അത്ഭുതം? അതും അത്ഭുതമാ. ദൈവം ചെയ്യുന്ന എല്ലാ പ്രവൃത്തിക്കും അതിന്റെ മഹത്വമുണ്ട്. പക്ഷെങ്കിൽ ഞാൻ പറയുന്നു, കർത്താവ് ഇച്ചിരി ലേറ്റായിട്ട് ചെന്ന ഒറ്റ കാരണം കൊണ്ടാണ് വലിയ മഹത്വം വെളിപ്പെട്ടത്. മാർത്തയോടും മറിയോടും യേശു അത് പറയുന്നുണ്ട്, വിശ്വസിച്ചാൽ നീ ദൈവത്തിന്റെ മഹത്വം കാണും. ഞാൻ ഇന്ന് കാണുന്ന കുടുംബങ്ങളോട് എന്തെങ്കിലും കർത്താവിന്റെ സന്നിധിയിൽ ആരുടെയെങ്കിലും സൗഖ്യമോ വിടുതലോ മാനസാന്തരമോ വഴി തുറക്കാനോ ഏതെങ്കിലും വിഷയത്തിന് വേണ്ടി ഇങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കുന്നവരോട്, ഒത്തിരി ലേറ്റ് ആകുന്നു, ഡിലേ ആകുന്നു, കാലതാമസങ്ങൾ വരുന്നു എന്നൊക്കെ പറയുന്ന പ്രിയപ്പെട്ടവരോട് പരിശുദ്ധാത്മാവ് ഈ വചനത്തിലൂടെ അറിയിക്കുന്നു, നിന്റെ ഭവനത്തിലും നിങ്ങളുടെ ജീവിതത്തിലും വലിയ മഹത്വം വെളിപ്പെടാൻ. പനി സൗഖ്യമായത് മാത്രമല്ല പറയാൻ പോകുന്നത്. ലാസറിന്റെ വിഷയത്തിൽ ലാസർ ദീനമായിരുന്നു, സൗഖ്യമായെന്നല്ല. എൻ്റെ സഹോദരൻ മരിച്ച് നാറ്റം വെച്ച് കല്ലറയിൽ അടക്കിയിരുന്നു. എന്നാൽ അവന്റെ പേര് വിളിച്ച് യേശു ഉയർപ്പിച്ചു പുറത്തു. അതിനൊരു ഇമ്പോർട്ടൻസ് ഉണ്ട്. ഈ അപ്പോസ്തല പ്രവൃത്തികൾ 12-ാം അധ്യായത്തിന്റെ 12-ാം വാക്യം. ഇങ്ങനെ ഗ്രഹിച്ച ശേഷം അവൻ മർക്കോസ് എന്ന മറുപേരുള്ള യോഹന്നാന്റെ അമ്മ മറിയുടെ വീട്ടിൽ ചെന്നു. അവിടെ അനേകർ ഒരുമിച്ച് കൂടി പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. അവൻ പടിപ്പുര വാതിക്കൽ മുട്ടിയപ്പോൾ രോദ എന്നൊരു ബാലിക്കാരത്തി വിളി കേൾക്കുവാൻ അടുത്തു വന്നു. 11-ാമത്തെ വാക്യം ഒന്ന് നോക്കി. പത്രോസിന് സുബോധം വന്നിട്ട് കർത്താവ് തന്റെ ദൂതനെ അയച്ച് ഹെരോദാവിന്റെ കയ്യിൽ നിന്നും യഹൂദ ജനത്തിന്റെ സകല പ്രതീക്ഷയിൽ നിന്നും എന്നെ വിടുവിച്ചു എന്ന് ഞാൻ ഇപ്പോൾ വാസ്തവമായി അറിയുന്നു എന്ന് അവൻ പറഞ്ഞു. ഇങ്ങനെ ഗ്രഹിച്ച ശേഷം അവൻ മർക്കോസ് എന്ന് മറുപേരുള്ള യോഹന്നാന്റെ അമ്മ മറിയുടെ വീട്ടിൽ ചെന്നു. നോക്കിയേ, യഹൂദാ ജനത്തിന്റെ പ്രതീക്ഷ എന്തായിരുന്നു? യഹൂദാ ജനം പ്രതീക്ഷിച്ചത്, ഹെരോദാവ് പ്രതീക്ഷിച്ചത് പത്രോസിന്റെ മരണമാണ്. കാരണം തലേ ദിവസം യാക്കോബിനെ വാൾ കൊണ്ട് വെട്ടിക്കൊന്നു. പത്രോസിനെ കാരാഗൃഹത്തിൽ ഇപ്പോൾ അടച്ചിരിക്കുകയാണ്. യഹൂദാജനം മുഴുവൻ പ്രതീക്ഷിച്ചിരുന്നത് പത്രോസിന്റെ മരണവും മരണവാർത്തയുമാണ്. എന്നാൽ സംഭവിച്ചത് എന്താണ്? ഒരു വലിയ കൂട്ടം ജനം, ഒരു വലിയ കൂട്ടം ആളുകൾ ഒന്നിച്ച് ഒരുമനപ്പെട്ട് പ്രാർത്ഥിച്ചു കൊണ്ടിരുന്നു, അല്ലേ? പ്രാർത്ഥിച്ചവന്റെ പ്രതീക്ഷ അവരുടെ പാസ്റ്റർ, അവരുടെ അപ്പോസ്തലൻ, അവരുടെ ദൈവദാസൻ വീണ്ടും ശുശ്രൂഷയിൽ സജീവമാകും. ആ മനുഷ്യനെ മരണത്തിന് ഇപ്പോൾ ദൈവം വിട്ടുകൊടുക്കത്തില്ല, ശത്രുവിന് വിട്ടുകൊടുക്കത്തില്ല. അതായിരുന്നു പ്രാർത്ഥിച്ചവരുടെ പ്രതീക്ഷ. യഹൂദന്മാരുടെ ഹെരോദാവിന്റെ പ്രതീക്ഷ എന്നായിരുന്നു? 11-ാമത്തെ വാക്യത്തിൽ അങ്ങനെ എഴുതിയിരിക്കുന്നത്. ശത്രുക്കളുടെ പ്രതീക്ഷ എന്നായിരുന്നു? പത്രോസിന്റെ മരണം, തകർച്ചയായിരുന്നു. ഞാൻ ഇങ്ങനെ ഒറ്റ വാക്കിൽ പറയാം, ശത്രുക്കളുടെ പിശാചിന്റെ പ്രതീക്ഷയല്ല വാഗ്ദത്തമുള്ള നിന്റെ മേളിൽ സംഭവിക്കാൻ പോകുന്നത്. ദൈവം നിന്നെ കുറിച്ച് ചിലത് പ്രതീക്ഷിക്കുന്നു. നിങ്ങൾ എന്താണോ ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുന്നത്, നിങ്ങൾ എന്താണോ ദൈവത്തിൽ നിന്നും പ്രതീക്ഷിക്കുന്നത്, ആ പ്രതീക്ഷകളാണ് നിങ്ങളുടെ ഭവനത്തിൽ, നിങ്ങളുടെ തലമുറയിൽ, നിങ്ങളുടെ സഭയിൽ, നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കുവാൻ പോകുന്നത്. ശത്രുവിന്റെ പ്രതീക്ഷകളല്ല, ദൈവത്തിന്റെ സ്വപ്നങ്ങൾ. മാനസികമായ ചില സംഘർഷങ്ങളിലൂടെ കടന്നു പോകുന്ന പ്രിയ ദൈവ മനുഷ്യനെ, പ്രിയ കുടുംബമേ, പ്രിയ സഹോദരനെ, കർത്താവിന്റെ ആത്മാവ് നിന്നോട് അറിയിക്കുന്നു, ശത്രുക്കളുടെ പിശാചിന്റെ പ്രതീക്ഷകളല്ല നിന്നിലും നിന്റെ കുടുംബത്തിലും ശുശ്രൂഷയിലും സംഭവിക്കാൻ പോകുന്നത്. ദൈവം നിന്നിൽ ചിലത് പ്രതീക്ഷിക്കുന്നു. താങ്കളും പ്രതീക്ഷയോടെ ചിലത് ദൈവത്തോട് പ്രാർത്ഥിച്ചിട്ടുണ്ട്, പ്രത്യാശ വെച്ചിട്ടുണ്ട്. അതാണ് നിങ്ങളുടെ ജീവിതത്തിൽ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ സംഭവിക്കുവാൻ പോകുന്നത്.